رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ പെരുന്നാളിൻ്റെ സുദിനത്തിലും ശേഷവും സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച, പെരുന്നാളിലെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. നമ്മൾ പെരുന്നാൾ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ പേടിച്ചവരായിരുന്നു സഹാബികളും മുൻഗാമികളും. താബിഈയായ അതാഉ സലമ റഹിമഹുല്ലയുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം മനോഹരമായി പുതപ്പുകൾ നിർമ്മിച്ച് ആ പുതപ്പ് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുതപ്പ് വാങ്ങിക്കൊണ്ടുപോയ ഒരാൾ, ഒരു കസ്റ്റമർ പുതപ്പ് റിട്ടേൺ കൊണ്ടുവരും, അത് മടക്കി അതാഉ സലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തിനോട് പുതപ്പിന്റെ ധാരാളം ന്യൂനതകൾ എണ്ണി പറഞ്ഞു കൊടുത്തു. അതിന്റെ സ്റ്റിച്ച് ശരിയായിട്ടില്ല, ഒന്നുകൂടി ഇങ്ങനെ ആക്കാമായിരുന്നു, അതിന്റെ കളർ ഒന്നുകൂടി നന്നാക്കായിരുന്നു, അതിന്റെ മോഡൽ നിങ്ങൾക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മനോഹരമാക്കാമായിരുന്നു. ഇത് കേട്ട അതാഉ സലമയുടെ കണ്ണുകൾ നിറയുകയാണ്. ഈ വന്ന ആള് വിചാരിക്കുന്നത് ഇതിന്റെ ന്യൂനതകൾ പറഞ്ഞ് ഇദ്ദേഹം കരയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതാഉ സലമ കൊടുത്ത മറുപടി, നിങ്ങൾ പുതപ്പിന്റെ ന്യൂനതകൾ പറഞ്ഞതിന്റെ പേരിലല്ല ഞാൻ കരഞ്ഞത്. പുതപ്പൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞ ന്യൂനതകൾ പരിഹരിച്ചതിനേക്കാൾ മനോഹരമായി എനിക്ക് നിങ്ങൾക്ക് നൽകാനാണ്. പക്ഷെ ഞാൻ ആലോചിച്ചു പോയത്, നാളെ പരലോകത്ത് ഈ അതാഉ സലമയുടെ കർമ്മങ്ങളുടെ പ്രതിഫലം ചോദിച്ച് ചെല്ലുമ്പോൾ, അതായ നിന്റെ നമസ്കാരത്തിന് ഖുശൂ കുറവായിരുന്നു, ഇഖ്ലാസ് ഇല്ലായിരുന്നു, ഖുർആൻ പാരായണത്തിന്റെ തജ്വീദ് പ്രശ്നമാണ്, പാരായണത്തിൽ അബദ്ധങ്ങളും ന്യൂനതകളും ഉണ്ട്, നിന്റെ നോമ്പിൽ ഇന്ന തകരാറുകളുണ്ട്, നിന്റെ ദിക്റുകളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. എന്റെ ഇബാദത്തുകളിലെ ന്യൂനതകൾ എണ്ണി എന്റെ പ്രതിഫലങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആ പരലോകത്തെ എന്റെ അവസ്ഥ എന്തായിരിക്കും? തിരിച്ചു വന്ന് നന്മകൾ നന്നാക്കാനുള്ള ഒരു അവസരം എനിക്കില്ലല്ലോ. അതാലോചിച്ചാണ് ഞാൻ കരഞ്ഞത് എന്നാണ്. അതങ്ങനെയായിരുന്നു സഹാബ കിറാമുകളും സലഫു സാലിഹ്യങ്ങളും ജീവിച്ചത്. വളരെ കുറഞ്ഞ സമയം നമ്മൾ നിരന്തരം ചെയ്ത ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തുകളും മനുഷ്യന്റെ ശുദ്ധീകരണത്തിനും തസ്കിയത്തിനുമാണ് അല്ലാഹു സംവിധാനിച്ചത്. ആത്മസംസ്കരണത്തിനാണ്. നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, നമസ്കാരമാകട്ടെ, എല്ലാം നോമ്പ് തന്നെ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ എന്ന്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ കേവലം ചടങ്ങുകളായി, അതിന്റെ പുറന്തോടുകളായി മാറുന്നു എന്നത് ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. എന്നാൽ മനസ്സിന് ധൈര്യവും മനസ്സ് ശുദ്ധമാകാനും വലിയ കാര്യങ്ങൾ നേരിടാനുമുള്ള മനക്കരുത്ത് ലഭിക്കാനുള്ളതുള്ള ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ 29 രാവുകളിലും ജമാഅത്തായി പള്ളിയിൽ വന്ന് ഖിയാമുൽ ലൈലായി ഒക്കെ നമസ്കരിച്ച ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത് തുടരുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും ധാരാളം ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഒരു നമസ്കാരമാണ് യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരം. നമ്മുടെ ഇശ നമസ്കരിച്ചതിന് ശേഷം സുബ്ഹിന്റെ മുമ്പായിട്ട് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? ഈ നമസ്കാരം നിർവഹിക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശവ്വാലിന്റെ രാവിലെ ഒന്നാമത്തെ പരീക്ഷയിൽ എത്ര ആളുകൾ വിജയിച്ചു? ഒന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു? ശവ്വാൽ 1 രാവിലെ 29 രാത്രികളിൽ തറാവീഹ് നമസ്കരിച്ച നമ്മളിൽ എത്ര ആളുകൾ ഒരു റക്അത്ത് ഇന്നലെ സുബഹിന്റെ ഇശാന്റെ ഇടയിൽ നമ്മൾ നിർവഹിച്ചു? അതിൽ ഞാനും നിങ്ങളും തോറ്റോ വിജയിച്ചു? അതാണ് നമ്മളെ ഇനിയുള്ള നിമിഷങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന് ആദ്യകാല മുസ്ലിമീങ്ങൾക്ക് നമുക്കറിയാം, രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് 1 വർഷം നിർബന്ധമായിരുന്നു രാത്രി നിസ്കാരം. സൂറത്ത് മുസമ്മിലിൽ നമുക്ക് ആയത്ത് കാണാൻ സാധിക്കും. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, ഓ പുതപ്പെട്ട് മൂടിയവനെ, നീ എഴുന്നേൽക്കുക. ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്വഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. രാത്രി നിസ്കാരത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രതിസന്ധികളെ മറികടന്നതിന്റെ പിന്നിലെ ഒരു അതിന്റെ യഥാർത്ഥ അത്ഭുതം എന്തായിരുന്നു? മക്കയിൽ കൂടപ്പുറപ്പുകളിൽ നിന്ന് പ്രവാചകൻ അനുഭവിച്ച വലിയ പരീക്ഷണം. നമ്മുടെ നാട്ടിൽ ആളുകൾ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ആത്മഹത്യ ചെയ്യുന്നവർ,
അതല്ലെങ്കിൽ വേറെ യാത്രകൾ പോകുന്നവർ, സംഗീതത്തിലും ലഹരിയിലും അഭയം തേടുന്നവർ. എന്നാൽ പ്രയാസം ഉണ്ടാകുമ്പോൾ വിശ്വാസിയുടെ നിലപാടുകൾ എന്താകണം? നമുക്കറിയാം, പ്രവാചകൻ ഏറെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. അവിടെ പ്രവാചകൻ പട്ടിണി കടന്നു, അതേപോലെ തന്നെ വലിയ പരീക്ഷണത്തിലൂടെ കടന്നുപോയി. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യഭിചാരാരോപണം വരെ പ്രവാചകൻ സഹിക്കേണ്ടി വന്നു. ഇവിടെ ഇത്തരം പ്രതിസന്ധികളെ പ്രവാചകൻ എങ്ങനെയാണ് മറികടന്നത് എന്നതിന്റെ ഉത്തരം പണ്ഡിതന്മാർ നൽകുന്നത് രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരം പ്രവാചകന് വലിയ ശക്തി നൽകി എന്നാണ്. താങ്ങാനാവാത്ത പല കാര്യങ്ങളിലും, പ്രതിസന്ധികളിലും, വിഷമങ്ങളിലും മനസ്സിനെ പിടിച്ചു നിർത്താൻ രാത്രി നമസ്കാരം കൊണ്ട് കഴിയുന്നു. സുന്നത്തായ നമസ്കാരമാണ്. അതാണ് രാത്രിയുടെ എഴുന്നേൽപ്പ് സാധിക്കും. രാത്രിയുടെ എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകും. എന്നാൽ ഏറ്റവും അഫ്ളലായ സമയം നമ്മൾ ഇശ നിസ്കരിച്ച്, റവാത്തിബ് നിസ്കരിച്ച്, നമുക്ക് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ രാത്രി നിസ്കാരമായി. 3, 5 നമുക്ക് എത്രയാണോ കൊണ്ട് നടക്കാൻ പറ്റുക ആ എണ്ണം നമ്മൾ ഫിക്സ് ചെയ്യാം. എന്നിട്ട് അത് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കുക. അതിന് ഏറ്റവും അഫ്ളലായ സമയം എന്താണ്? ഇശായിന് ശേഷം എത്രത്തോളം വൈകുമോ അത്രയും അത് അഫ്ളലാണ്. ഒരു ഹദീസിൽ കാണാം, എൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ. അല്ലാഹു ആകാശത്തിലേക്ക് എല്ലാ രാത്രികളിലും ഇറങ്ങി വരും. എപ്പോഴാണത്? ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയെ 3 ഭാഗമാക്കിയാൽ, അതായത് മഗ്രിബിന്റെയും ഫജ്റിന്റെ ഇടയിൽ 3 പാർട്ടാക്കിയാൽ ഫജ്റിനോട് മുട്ടുന്ന സമയം, അവിടെയാണ് അല്ലാഹ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നത്, മൻ യദൂനി ഫസ്തജീബ ലഹു. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ അവന്റെ ദുആയിന് ഞാൻ ജവാബ് നൽകാം, ഉത്തരം നൽകാം. മൻ യസ്അലുനി. ആരുണ്ടെന്നോട് ചോദിക്കാൻ ഫഅറീനി. ആ ചോദിച്ചത് ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി. ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഫഅഗ്ഫിറ ലഹു. ഞാൻ അവന്റെ പാപം പുറത്തു കൊടുക്കാം. ഏതാ സമയം? ഫജ്റിന്റെ മുമ്പ്. നമ്മുടെ സമയം സുബഹി 5:22 ഒരു 5 മണിക്ക് അലാറം വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ അലാറം 4:15 4:30 ആ അലാറത്ത് നമ്മൾ നിലനിർത്തുകയാണ്. ഒരു 20 മിനിറ്റോ ഒരു 30 മിനിറ്റോ ഇപ്പുറത്ത് സുബഹി ബാങ്കിന്റെ മുമ്പ് സെറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ അലാറങ്ങൾ ഇനിയും മുഴങ്ങട്ടെ. ആ രാത്രി നമസ്കാരങ്ങൾ ചെറിയ രൂപത്തിൽ നിർവഹിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ എത്ര വലിയ ബറക്കത്തായിരിക്കും അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചാൽ, ഒരു താല്പര്യം വെച്ചാൽ എനിക്കും നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് രാത്രി നമസ്കാരം, ഖിയാമുൽ ലൈൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷം, മുഖത്തിന് തെളിച്ചവും ലഭിക്കുന്ന ആ മഹത്തായ ആരാധനയെ കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. ഒരടിമ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന സമയം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത് ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യസമയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? ആ നമസ്കാരത്തെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സഹോദരിമാർ, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ, പ്രവാചകൻ ചില ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ആർക്കാണ്? റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിൽ അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഖാമ മിനൽ ലൈൽ, അയാൾ രാത്രിയുടെ അന്ത്യസമയത്ത് എഴുന്നേറ്റു. ഫസല്ല, നമസ്കരിച്ചു. വഅയ്ഖല ഇംറഅതഹു, ഭാര്യയെ വിളിച്ചുണർത്തി. ഫസല്ലത്ത്, എന്നിട്ട് അവൾ നമസ്കരിച്ചു. ഫൈൻ അബത്, അവൾ വിസമ്മതം കാണിച്ചപ്പോൾ നളഹ ഫീ വജ്ഹിഹൽ മാ, അവരുടെ മുഖത്ത് കുറച്ച് വെള്ളം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു ഭാര്യയെ. ആ ഭർത്താവിന്റെ മേൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയട്ടെ. നബിയുടെ പ്രാർത്ഥനയാണ്. നേരെ തിരിച്ചു നബി പ്രാർത്ഥിച്ചു, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിൽ, ഒരു ഭാര്യയിൽ അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. അവൾ ഖാമത്ത് മിനൽ ലൈൽ, രാത്രി എഴുന്നേറ്റു. ഫസല്ലത്ത്, നമസ്കരിച്ചു. വഅയ്ഖലത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ വിളിച്ചു നിർത്തി. എന്നിട്ടോ ഫഇൻ അബാ, അവൻ വിസമ്മതിച്ചു. ഭർത്താവ് രാത്രി വൈകി വന്ന് കിടന്നതാണ്, ക്ഷീണമാണ്. പക്ഷെ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തെളിച്ച് ഒരു ഭാര്യ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവർ രണ്ടുപേരും എന്തെയാണ്? ആ രാത്രിയുടെ ശാന്തതയിൽ, ആ ശാന്തമായ സമയത്ത്, ആരും കാണാനില്ലാത്ത സമയത്ത് അവർ അല്ലാഹുവിന്റെ മുമ്പിൽ എന്തെയാണ്? നമസ്കരിക്കുകയാണ്. എത്ര വലിയ ഇബാദത്താണ് സഹോദരങ്ങളെ. അവിടെ മുഅ്മിനീങ്ങളുടെ, സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് സൂറത്തുൽ ദാരിയത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു. അസ്ഹാർ എന്ന് പറഞ്ഞാൽ സുഹൂറിന്റെ സമയം, അത്താഴ സമയം. നമ്മൾ അത്താഴത്തിന് എണീച്ചവരാണ്.
ഈ സുഹൂറിന്റെ സമയം നമുക്കൊരു 3 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണം? 3 റക്അത്ത് നിസ്കരിക്കാൻ മാക്സിമം 10 മിനിറ്റ് ഉണ്ടെങ്കിൽ മനോഹരമായി നമുക്ക് നിസ്കരിക്കാം. 3 റക്അത്ത് 10 മിനിറ്റിൽ ഒരു 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൽ 3 റക്അത്ത് നിസ്കരിച്ച് ദിക്റുകളും ദുആകൾക്കും ഫജ്ർ ബാങ്കിന്റെ മുമ്പ് നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ റമദാനിന് ശേഷം ചെയ്യുന്ന ഏറ്റവും വലിയൊരു തുടർച്ച എന്ന് പറയുന്നത് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. കാരണം ഈ നമസ്കാരം നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരമാണ്. അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. രാത്രി നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ്. സ്വർഗത്തിൽ ഒരു വീടാണ് അതിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ഒരാൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. അയാൾക്ക് എന്താ കിട്ടുന്നത്? ഇന്നഫിൽ ജന്നത്തി ഖുറഫൻ, അത് പുറത്തുനിന്ന് അകം കാണുന്ന, അകത്തുനിന്ന് പുറം കാണുന്ന മനോഹരമായി തട്ടുതട്ടുകളായി നിർമ്മിക്കപ്പെട്ട വീടുകൾ രാത്രി നമസ്കരിക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യണം? ആ രാത്രി നമസ്കാരം എന്ന മഹത്തായ ആരാധനയെ നമുക്ക് എന്ത് ചെയ്യണം? അത് ജീവിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സൂറത്തുൽ ഫുർഖാന്റെ അവസാനം കാണാം ഇബാദുർ റഹ്മാനിന്റെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ അവർ അല്ലാഹ് പറഞ്ഞാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ രാത്രി അല്ലാഹുവിന്റെ മുമ്പിൽ ഖിയാമിലും സുജൂദിലും കഴിച്ചു കൂട്ടുന്നവരാണ്. സൂറത്തുൽ സജ്ദയിൽ പറഞ്ഞതോ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യണം? ഈ ഉയർന്ന പദവികൾ ലഭിക്കാൻ സ്വാലിഹീങ്ങളുടെ പതിവായിരുന്നു ഈ രാത്രി നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ കൊടുത്ത ഉപദേശം എന്താണ്? യാ അബ്ദുല്ല ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഇന്ന ആളെ പോലെ ആകരുത്. കാന യഖൂമു മിനൽ ലൈൽ, അയാൾ രാത്രി നിസ്കരിച്ചിരുന്നു. ഫതറക ഖിയാമൽ ലൈൽ, പിന്നീട് അയാൾ അത് ഒഴിവാക്കുകയും ചെയ്തു. ഒരു സീസണിൽ നിർവഹിച്ച് പിന്നീട് ഒഴിവാക്കുന്ന ആ മനുഷ്യനെ പോലെ അബ്ദുള്ള നീ ആകരുത്. നീ നിരന്തരം ഇത് നിലനിർത്തുന്ന ഒരാളായി നീ മാറണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിന്റെ മഹത്വം മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് രാത്രി നമസ്കാരം എന്ന ഈ ആരാധനയെ തുടർത്താൻ നമുക്ക് കഴിയണം. ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ് അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹു. രാത്രി സമയത്ത് സ്വന്തം വെടി പ്രകാശിച്ച കറാമത്ത് ലഭിച്ച വ്യക്തിയാണ്. യമാമ ദിനത്തിലെ ശുഹദാക്കളിലെ പ്രധാനിയാണ്. നബി അദ്ദേഹത്തിന് പ്രത്യേകമായി ദുആ ലഭിച്ചു. നബിയുടെ ദുആ എപ്പോഴാണ്? ദുആന്റെ സന്ദർഭം എന്നറിയോ? ഒരിക്കൽ സുന്ദരമായ തഹജ്ജുദിന്റെ സമയത്ത് ഒരു ഖുർആൻ പാരായണം കേൾക്കുകയാണ്. നബി ചോദിച്ചു ആയിഷ ബിയോട്, അൻ ആയിഷത തഹജ്ജദൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി, എന്റെ വീട്ടിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നതിനിടയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസമിഅ സൗത അബ്ബാദിൻ, അബ്ബാദിന്റെ മനോഹരമായ ശബ്ദം കേട്ടു. യുസല്ലി ഫിൽ മസ്ജിദ് ഫഖാല യാ ആയിഷ, ആയിഷ അസൗതു അബ്ബാദിൻ ഹാദാ, ഇത് അബ്ബാദിന്റെ ശബ്ദമാണോ ആ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്? ആയിഷ ബീവി പറഞ്ഞു കുൻതു നഅം, അതെ, അത് അബ്ബാദിന്റെ ശബ്ദമാണ്. റസൂൽ പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ അർഹം അബ്ബാദ, അല്ലാഹുവേ അബ്ബാദിന് നീ റഹ്മത്ത് ചൊരിയണേ എന്ന് നബി പ്രാർത്ഥിച്ചു. എവിടെയാണ്? രാത്രി എഴുന്നേറ്റ് ദീർഘമായി മനോഹരമായി ഖുർആനിന്റെ പാരായണം നിർവഹിച്ച് നമസ്കരിക്കുന്നവരായിരുന്നു സഹാബക്കൾ, സലഫു സ്വാലിഹീങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ആരാധനയെ നമ്മളും അതിനെന്ത് ചെയ്യാൻ തുടർത്താൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സുന്നത്തായ നോമ്പുകൾ ഇനിയും നമുക്കുണ്ട്. നമ്മൾ പലപ്പോഴും, ഞാനും നിങ്ങളും എല്ലാവരും, എന്നോടടക്കമാണ് ഞാൻ സംസാരിക്കുന്നത്, നമ്മൾ സുന്നത്തായ നോമ്പുകളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഫർദ് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാൻ വരണം, അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ സുന്നത്തായ ഒരുപാട് നോമ്പുകളുണ്ട്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പുണ്ട്. അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട് 3 ദിവസം. അതേപോലെ തന്നെ അറഫ നോമ്പുണ്ട്, ദുൽഹിജ്ജ 9, മുഹറം 9, 10 നോമ്പുണ്ട്. അതേപോലെ തന്നെ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു. ഇങ്ങനെ ധാരാളം സുന്നത്തായ നോമ്പുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സുന്നത്തായ നോമ്പുകളോട് നമ്മുടെ സമീപനം എന്താണ്? അത് എത്ര ആളുകൾ അതിൽ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്? അതുകൊണ്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പുകൾ ഇനി നമുക്ക് വരാനുണ്ട്.
അത് നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം. അതിന്റെ കൂലി എന്താണ്? അൻ അബി അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും, നിർബന്ധ നോമ്പാണ്, ഫർദ് നോമ്പ്, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, പിന്നീട് അതിനെ തുടർന്ന് ശവ്വാലിനെ 6 നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ, കാന കസിയാമിദ് ദഹർ, അവൻ 1 വർഷം നോമ്പെടുത്തവനെ പോലെയാണ്. പക്ഷെ നമ്മളിൽ പലരും എന്ത് ചെയ്യാണ്? 6 നോമ്പിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ അലസതകൾ പലരും കാണിക്കുന്നു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ 6 നോമ്പിനെ പറ്റി ഒരു ചിന്തയില്ല. നമ്മുടെ കുടുംബത്തെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപ്തരാക്കണം. അത് എപ്പോഴാണ് എടുക്കേണ്ടത്? സുമ്മ അത്ബഅഹു എന്നാണ് പറഞ്ഞത്. റമളാനിലെ നോമ്പെടുത്ത് അതിനെ തുടർത്തുക എന്നാണ്. അത് 1 കൊല്ലം നോമ്പെടുത്തതാണ്. 30-ന് 300, 6-ന് 60, 360, അങ്ങനെ 1 വർഷത്തെ നോമ്പിന് തുല്യമാണ് റമളാൻ പ്ലസ് 6 എടുത്താൽ. ഈ പ്ലസ് 6 ഇല്ലെങ്കിലോ 1 വർഷത്തെ തുല്യമല്ല. അവിടെ 6 നോമ്പുകൾ ഏറ്റവും പ്രധാനമാണ്. അത് നമുക്ക് റമളാനിൽ നാളെ മുതൽ, ശവ്വാൽ 2 മുതൽ എന്ത് ചെയ്യാം? നമുക്ക് തുടർച്ചയായി 6 എടുക്കാം. അതാണ് ഏറ്റവും നല്ല രീതി, അഫ്ളലായ രീതി അതാണ്. ഇനി ഒരാൾക്ക് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പറ്റുന്നില്ല, അയാൾക്ക് വേറെ ഏതെങ്കിലും ഒരു സമയത്ത് 6 ചേർത്തെടുക്കാം, അതാണ് നല്ലത്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ ഒരാൾക്ക് ശവ്വാൽ മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം? ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിലായിട്ട് 6 നോമ്പുകൾ എടുക്കാം. ശവ്വാല് കഴിഞ്ഞാൽ ഈ ഓഫറില്ല. അതുകൊണ്ട് തന്നെ ശവ്വാലിലെ 6 നോമ്പിന്റെ കാര്യത്തിൽ നാമും കുടുംബവും പ്രത്യേകമായി ശ്രദ്ധ നമ്മളിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നന്മകളെല്ലാം തുടരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.